പിന്നെ നീക്കോനാച്ച വന്നത് കറക്റ്റായിട്ട് മറ്റേ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ചെയ്യുന്ന സമയത്തായപ്പോൾ ഞാൻ വീട്ടിൽ പറ്റിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നല്ലൊരു ആങ്കർ ആയതുകൊണ്ട് എൻ്റെ ആങ്കറിങ്ങിന് വേണ്ടിയിട്ട് കിട്ടിയ ക്യാരക്ടറാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് എവറിബഡി ഈസ് വെരി സ്മാർട്ട്. ചില സമയത്ത് നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാരോട് പറയുമ്പോൾ അയ്യോ നമുക്ക് ഒന്നും തിരിച്ച് പറയാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. പ്രോജക്ട്സ് ചൂസ് ചെയ്യുമ്പോഴാണ് യു ഓൾവേസ് ഗ്രോ. അല്ലെങ്കിലും ഗ്രോത്ത് നമുക്കുണ്ട് ഇൻ ടേംസ് ഓഫ് യുവർ എക്സ്പീരിയൻസ് ഇൻ ലേണിംഗ്. നമ്മൾ ലൈക്ക് ഓക്കെ ഇപ്പോൾ ചില സമയത്ത് പ്രോജക്റ്റ് ഫ്ലോപ്പ് ആയാലും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പെർഫോമൻസ് ഓൾവേസ് ഇംപ്രൂവ് ചെയ്യും. ഹായ് ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. നിരവധി സിനിമ സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നല്ലൊരു ആങ്കർ കൂടിയായ പൂജിത മേനോനാണ് ഇന്നെൻ്റെ കൂടെയുള്ളത്. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. എനിക്ക് പൂജിതനെ കാണുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് കുറെ വർഷം മുൻപുള്ള ഒരു എന്താ പറയാ വാലന്റൈൻസ് കോർണർ എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ പല വിഷയങ്ങളിലും ഞാനിപ്പോ എടുത്തു പറയേണ്ട കാര്യമില്ല, പല വിഷയങ്ങളിലും ഇപ്പൊ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്നൊക്കെ പറയും? ഈ കത്തിക്കാരന്റെ വിശേഷം ആദ്യം കേട്ടെ. അത് പറയേണ്ട കാര്യം ആരുടെ വിഷയങ്ങളായിരിക്കും. എന്റെ കത്തി കയറുന്നില്ല. ഇപ്പൊ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്? എനിക്ക് എൻ്റെ പ്രൊഫഷണലി എനിക്ക് 3 മൂവീസ് റിലീസ് ചെയ്യാനുണ്ട്. ആൻഡ് പിന്നെ ഞാൻ പേഴ്സണലി പറഞ്ഞാൽ ഐ എം ലൈക്ക് മോർ ഇൻ ദുബായ്. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആണ്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. സോ എവറിത്തിങ് ഇസ് ഗോയിങ് വെൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞതിലോട്ട് വരാം, ഒരു വാലന്റൈൻസ് കോർണർ. ഇപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു തുടക്ക കാലഘട്ടം? അല്ലെങ്കിൽ ഒരു ആങ്കറിംഗ് ഫീൽഡ് ആയിരുന്നു, അല്ലെങ്കിൽ മോഡലിംഗ് ആയിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത്? സോ ഞാൻ പഠിക്കുന്ന സമയത്ത് ആദ്യം എനിക്ക് ആങ്കറിങ് മറ്റേ ഏഷ്യനെറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എൻ്റെ ഫോട്ടോസ് അയക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് ഓഡിഷൻ കിട്ടിയിട്ട് ഞാൻ ആദ്യം ആങ്കറിങ് തുടങ്ങിയത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ ശേഷമാണ് നീക്കോനാച്ചയിലേക്ക് എൻട്രി ചെയ്യുന്നതും എൻ്റെ മൂവീസ് സ്റ്റാർട്ടാകുന്നതും. പിന്നെ ഞാൻ മൂവീസ് പറഞ്ഞുകൊണ്ട് ഞാൻ ആങ്കറിങ് ഒന്നും നിർത്തിയിട്ടില്ല. ലൈവായിട്ട് ഇപ്പം കോർപ്പറേറ്റ് ഈവൻറ്റ്സും ആങ്കറിങ് ഒക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്. പിന്നെ ടെലിവിഷൻ ഷോസ് ഇപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ടെലിവിഷൻ ഷോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, പിന്നെ 2 സീരിയൽ ചെയ്തു. കൊറോണ സമയത്ത് കൊറോണ കഴിഞ്ഞപ്പോഴും 2 സീരിയലൊക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നെ വെച്ചു നമ്മൾ മൂവീസൊക്കെ എല്ലാം ഒരു സമയമുണ്ടെന്നൊക്കെ പറയില്ലേ. അപ്പോൾ നല്ല പ്രോജക്റ്റ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോജക്റ്റ് അധികം വരാത്തതുകൊണ്ട് മൂവി കുറച്ച് സ്ലോ ആയിരുന്നു. പിന്നെ ഷിഫ്റ്റ് ടു ദുബായ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞിട്ട് ദെൻ ലൈക്ക് വർക്കിംഗ് ഓൺ മൈ സെൽഫ്. അവിടുത്തെ വർക്ക് ലൈക്ക് അവിടുത്തെ ഒരു ലൈക്ക് വർക്ക് കൾച്ചർ കുറേയും കൂടെ ബെറ്റർ ആയി തോന്നി. പിന്നെ വർക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരും, അങ്ങനെ ഷട്ടിലിങ് അങ്ങനെ പോകും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലത്തെ ഒരു ആങ്കറിങ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ഒരു മാറ്റം ഇപ്പൊ പലരും പല വീഡിയോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ട്, ആങ്കറിങ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പോൾ നമുക്ക് ലൈക്ക് ഇപ്പോൾ ആങ്കറിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിന് ഓരോ ടൈപ്പ് ഓഫ് ആങ്കറിങ് വേണം. ഇപ്പം ഞാൻ എപ്പോഴും ചെയ്തിരിക്കുന്ന സമയത്ത് എല്ലാം കാഷ്വൽ, ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് കുറേ കൂടെ റിലേറ്റബിലിറ്റി ഫാക്ടറുള്ള സംഭവമാണ്. അപ്പം ഭയങ്കര ലൈക്ക് ഈ വേർഡ്സിലായിക്കോട്ടെ എല്ലാം സിമ്പിൾ ലാംഗ്വേജ് ആണ്. സാഹിത്യമൊക്കെ ഉള്ള ലാംഗ്വേജ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആങ്കർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇറ്റ്സ് മോർ ഓഫ് എ പേഴ്സണൽ കണക്ഷൻ അല്ലേ. അപ്പോൾ ഈ പേഴ്സണൽ കണക്ഷൻ ആങ്കറിങ് എപ്പോഴും ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് ഗോയിങ് ടു ബി ഇൻ ഡിമാൻഡ്. പിന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രാമാണ് ചൂസ് ചെയ്യുന്നത് അതുപോലെ ഐ തിങ്ക് ദി ആങ്കർ ഹാസ് ടു ബി മോൾഡഡ്. പിന്നെ ഇന്നത്തെ കാലത്ത് എവറിബഡി ഈസ് വെരി സ്മാർട്ട്. എന്തായാലും പണ്ടത്തെ കാലത്ത് സ്മാർട്ടായിരുന്നു, പക്ഷെ എന്താ സംഭവം ഒരു ക്യാമറേനെ ഫേസ് ചെയ്യാനുള്ളൊരു മടി ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇൻഹിബിഷൻസ് ഉണ്ട്, ഞാൻ ചെയ്യുമ്പോൾ നല്ലതാവും, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറവുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷെ ഇന്ന് എവറിബഡി ഈസ് വെരി കോൺഫിഡൻറ്റ്. അത് കാരണം എല്ലാവരും നല്ല കഴിവുണ്ട്. അപ്പോൾ എന്താ പറയുക, ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും വർക്കും കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ കോവിഡിൻ്റെ സമയത്താണ് എല്ലാ ആൾക്കാർക്കും അവരുടെ ഒരു എന്താ പറയുക കഴിവ് തിരിച്ചറിയാനും അവരുടെ ഒരു ലൈക്ക് പാഷനെ ഫോളോ ചെയ്യാൻ എല്ലാവരും തുടങ്ങിയത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്താണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഒരു ടെലിവിഷനിലോ അല്ലെങ്കിൽ അതിൽ മാത്രം നമുക്കൊരു ഫേസ് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എല്ലാവരും വ്ളോഗിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയ ശേഷം കുറച്ചുകൂടി ഇതായിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പണ്ട് ഒരു പറഞ്ഞ പോലെ ടെലിവിഷൻ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന സംഭവം. അപ്പോൾ ആൾക്കാർക്ക് സെൽഫായിട്ട് ഇപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, പല സോഴ്സസ് ഓഫ് മീഡിയമിലൂടെ എവറിബഡി ഈസ് ഏബിൾ ടു മേക്ക് ദിയർ മണി ഇഫ് ദേ ഹാവ് കണ്ടന്റ്. പണ്ടത്തെ പോലെ പ്രൊഫഷണൽ സംഭവം കിട്ടിയാൽ മാത്രമേ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമില്ല. അപ്പോൾ നമുക്കൊരു കഴിവുണ്ട്, നമുക്കിപ്പോൾ ഒരു ശരി ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മളുടെ പാഷനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മണി ഫോളോസ്. അപ്പോൾ പല ആൾക്കാർക്കും ഇപ്പോൾ പണ്ടത്തെ പോലെ കഷ്ടപ്പെട്ട് 9 to 5 ജോബിൽ ജോലി ചെയ്തേ എന്താണ് അങ്ങനത്തെ ഒരു കൺവെൻഷണൽ ടൈപ്പ് ഓഫ് വർക്ക് കൾച്ചർ ആരും അങ്ങനെ കുറേ പേരങ്ങനെ ഫോളോ ചെയ്യുന്നില്ല.
ആൾക്കാർ ഇപ്പോൾ ഭയങ്കര ബോൾഡാണ് ടു ഫോളോ ദിയർ ഡ്രീംസ്. അപ്പോൾ അങ്ങനെ വെൻ യു വാണ്ടിങ് ടു ലിവ് യുവർ ഡ്രീംസ്, ഓപ്പർച്യൂണിറ്റീസ് ആർ ഓപ്പൺ ആൻഡ് നമുക്ക് വാലസ് സോഴ്സ് ഓഫ് ഇൻകം കിട്ടുമ്പോൾ വൈ നോട്ട് മേക്കപ്പ്. പിന്നെ നമുക്ക് യു ക്യാൻ മേക്ക് മണി ഡൂയിങ് മേക്കപ്പ്, യു ക്യാൻ മേക്ക് മണി ഡൂയിങ് ഡാൻസ്, യു ക്യാൻ മേക്ക് മണി സിംഗിങ്. അപ്പോൾ നമുക്ക് എന്താണോ കഴിവ്, ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് യുവർ മണി ത്രൂ ദാറ്റ്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഈ ഒരു ആങ്കറിംഗിൽ നിന്ന് പിന്നെ വന്നത് ഒരു നീക്കോ ഞാച്ച എന്നുള്ളൊരു മൂവി. റൈറ്റ്. അത് എങ്ങനെയായിരുന്നു ആ ഒരു മൂവിയിലോട്ട് ഈ ഒരു മോഡലിംഗ് അല്ലെങ്കിൽ ആങ്കറിംഗ് എന്നൊക്കെ വരാനുള്ള ഒരു കാരണം എങ്ങനെയായിരുന്നു? എനിക്ക് മൂവീസ് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ ലൈക്ക് വാലന്റൈൻസ് കോർണർ ചെയ്യുന്ന സമയത്താണ് രാജേഷ് പിള്ളൈ സാറിൻ്റെ പ്രോജക്റ്റ് കിട്ടിയിരുന്ന ട്രാഫിക്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഫാമിലി ഭയങ്കര അഗെയിൻസ്റ്റ് ആയിരുന്നു. ലൈക്ക് മൂവീസ് ഒന്നും ചെയ്യേണ്ട, ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ us. കാരണം എൻ്റെ വീട്ടിൽ വേറെ ആരും ആക്ടേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നീക്കോ നാച്ച വന്നത് കറക്റ്റായിട്ട് മറ്റേ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ചെയ്യുന്ന സമയത്തായപ്പോൾ ഞാൻ വീട്ടിൽ പറ്റിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നല്ലൊരു ആങ്കർ ആയതുകൊണ്ട് എൻ്റെ ആങ്കറിങ്ങിന് വേണ്ടിയിട്ട് കിട്ടിയ ക്യാരക്ടറാന്നൊക്കെ പറഞ്ഞിട്ട് തേപ്പ് വായനോട്ടൊന്നും പറഞ്ഞില്ല. അത് ആദ്യത്തെ ഒരു ആൻ മാത്യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു തുടക്കം വരുന്നത്. അപ്പോൾ ആ ആങ്കർ ആണെന്നും പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തേ. പിന്നെ വന്നതിൻ്റെ ബാക്കി കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ചില സമയത്ത് സ്ലോ ആയിരുന്നു. പിന്നെ നമ്മൾ പിന്നെ ഒരു മൂവീൻ്റെ ഒരു എന്താ പറയുക ചാലഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാനുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവണം. അതെനിക്ക് വലുതായിട്ടില്ല. ഇപ്പം മൂവീസ് വരുന്ന സമയത്ത് നമുക്ക് ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആവുന്നു. കറക്റ്റായിട്ട് നമ്മൾ പ്രോജക്ട്സ് ചൂസ് ചെയ്യുമ്പോഴാണ് യു ഓൾവേസ് ഗ്രോ. അല്ലെങ്കിലും ഗ്രോത്ത് നമുക്കുണ്ട് ഇൻ ടേംസ് ഓഫ് യുവർ എക്സ്പീരിയൻസ് ഇൻ ലേണിംഗ്. നമ്മൾ ലൈക്ക് ഓക്കെ ഇപ്പോൾ ചില സമയത്ത് പ്രോജക്റ്റ് ഫ്ലോപ്പ് ആയാലും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പെർഫോമൻസ് ഓൾവേസ് ഇംപ്രൂവിങ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈക്ക് വെൻ എവറിബഡി സെലിബ്രേറ്റ്സ് യു ആസ് എ സ്റ്റാർ വെൻ യു ഹാവ് ഹിറ്റ്സ് ഓൺ ദ ബോക്സ് ഓഫ്, അത് കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും സ്ലോ ആവും, ഫാസ്റ്റ് ആവും, ഡിപ്പെൻഡിങ് ഓൺ ദ മൂവീസ് യു ചൂസ്. അതെ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമ എന്ന് പറഞ്ഞ ട്രെൻഡിങ് ആയിരുന്നു. ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ ഇത്രയും വർഷം കഴിഞ്ഞാൽ ആ ഒരു സിനിമ റിലീസ് ചെയ്താലും ചിലപ്പോൾ ഇപ്പൊ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരുന്നു. അതിന്റെ ഒരു ഭാഗമാവാൻ ആദ്യം തന്നെ ഭാഗമാകാൻ കഴിയാന്ന് വലിയൊരു കാര്യം തന്നെ. പിന്നെ അതിനുശേഷം പല മൂവീസും ചെയ്തായിരുന്നു. പിന്നെ എന്തായിരുന്നു ആ ഒരു സിനിമയിലോട്ട് അധികം? എനിക്ക് നീക്കോ നാച്ചലി പറഞ്ഞ പോലെ അതിൽ നല്ല എല്ലാവർക്കും അറിയാം നല്ലൊരു അടിപൊളി വായനൊക്കെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കൊരു ലേബിൾഡ് വായനൊക്കെ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഓം ശാന്തി ഓശാന ചെയ്തു. അതിൽ ഇച്ചിരിയേ ഉള്ളൂ എങ്കിൽ പോലും ഇന്നും ആൾക്കാർ എന്നെ അതിൽ ഓർക്കുന്നുണ്ട്, ജൂലി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്വർണ്ണക്കടുവയിൽ വൈഫായിട്ട്. അപ്പോൾ അങ്ങനെ ദർ ആർ മെനി ക്യാരക്ടേഴ്സ് ദാറ്റ് പീപ്പിൾ സ്റ്റിൽ റിമെമ്പർ. പക്ഷെ നീക്കോ നാച്ച എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ ഇപ്പോഴും ലൈക്ക് ഇപ്പോഴും ആൻ മാത്യു അങ്ങനെയൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റും എല്ലാം ഡിഫറെന്റ് ആയതുകൊണ്ട് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ്. പറയാനുള്ള ഒരു ഇതായിട്ടുണ്ടോ എന്തെങ്കിലും അപ്കമിംഗ് പ്രോജക്റ്റ്? രണ്ടെണ്ണം പറയാം. ഒരു പ്രോജക്റ്റ് എനിക്ക് അവർ അനൗൺസ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യണ്ടാവും. അതിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡബ് ചെയ്തിരിക്കുന്നത്. എല്ലാം ലൈക്ക് ത്രൂ ഔട്ട് ദ മൂവി ഞാൻ ഡബ് ചെയ്തു. അപ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഭാഗ്യത്തിന് എൻ്റെ ഡയറക്ടേഴ്സിന് ധൈര്യം ഉണ്ടായിരുന്നു, ആ പേഷ്യൻസ് ഉണ്ടായിരുന്നു, ധൈര്യത്തിലായിട്ട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിലീസാവും നവംബർ ആൻഡ് ഡിസംബർ. ആ പേര് ഞാൻ അവരെ അനൗൺസ് ചെയ്തിട്ട് പറയാം. പിന്നെ വേറൊരു മധുരമേ ജീവിതം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഞാൻ ചെയ്തു. അതിൽ മാത്യൂസ് കറിയ എന്ന ഡയറക്ടറും ആൻഡ് ശ്രീലാൽ പ്രൊഡക്ഷൻസ് അവരുടെ മൂവിയാണ്. അതിൽ ഞാൻ സിദ്ദിഖയുടെ ഡോട്ടർ ഇൻ ലോ ആയിട്ടാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫാമിലി ഇമോഷണൽ ഡ്രാമ, നല്ല അടിപൊളി സബ്ജക്റ്റാണ്. പിന്നെ വേറെയാണ് ദുബായിൽ ഷൂട്ട് ചെയ്തത് സ്റ്റോക്കർ എന്ന് പറഞ്ഞാൽ അതൊരു OTT റിലീസായിരിക്കും. അതും ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ ക്യാരക്ടറാണ്. അപ്പോൾ ഈ മൂന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർഫോമൻസ് ഓറിയന്റഡ് മൂവി ആയതുകൊണ്ട് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ്. മൂവിയിലൊരു ഗ്യാപ്പ് വന്നാൽ ഇനി വരാൻ പോകുന്ന നല്ല മൂവീസ് ആണ്. ഹോപ്പ്ഫുള്ളി ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെയിം തിങ് ആൾക്കാർക്കും ഇഷ്ടപ്പെടണം എന്നേ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ കോർപ്പറേറ്റ് ഇവന്റ്സ് ദുബായ് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് പറഞ്ഞു, അതുപോലെ ആക്ടിങ് ചെയ്യുന്നുണ്ട് പറഞ്ഞു, വ്ളോഗിങ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഏതൊരു ഫീൽഡായിരുന്നു? എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഇഷ്ടമുള്ളതേ ചെയ്യാറുള്ളൂ. ആങ്കറിങ് ഇപ്പോൾ നമ്മൾ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആണ് ആൾക്കാരുടെ റെസ്പോൺസ്. ദാറ്റ് ഗിവ്സ് മീ ഭയങ്കര ഒരു ഹാപ്പിനെസ്. ലൈക്ക് ആൾക്കാർ വന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കാണ്. പിന്നെ മൂവീൻ്റെ സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുന്നത് വേറെ വേറെ ക്യാരക്ടേഴ്സാണല്ലോ. അപ്പോൾ അതും ലൈക്ക് യു ഫീൽ വെരി പാഷനറ്റ് അബൌട്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഡയറക്ടറിനെ കിട്ടി, നല്ലൊരു കഥ കിട്ടി, സോ യു ബീങ് സംബഡി എൽസ്. അപ്പോൾ ആ ഒരു ജേർണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ലൈക്ക് എവറിത്തിങ് വാട്ട് ഐ ഡു. വ്ളോഗിങ് പിന്നെ എനിക്ക് മടിയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തോടെ ചെയ്യാമെന്നല്ലാണ്ട് ഞാനായിട്ട് എഫേർട്ട് അധികം വ്ളോഗിങ് എടുക്കാറില്ല. കാരണം ഐ എം നോട്ട് വെരി അങ്ങനെ സിസ്റ്റമാറ്റിക് ഓർ ഡിസിപ്ലിൻ ഒക്കെ കുറച്ച് കുറവാണ് ഇൻ വ്ളോഗിങ്. എനിക്ക് തോന്നുന്നു കുറച്ചും ഞാനിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തതിൽ പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഭയങ്കര എനർജി ആയിരുന്നു ആ സമയത്ത്. എനിക്ക് ഭയങ്കര ഹൈപ്പർ എനർജി ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഞാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് ഡിപ്പെൻഡിങ് ഇപ്പോൾ എന്നെ കൂടുതലും ഇൻഫോർമൽ ഈവെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ വിളിക്കുക. കാരണം ഗെയിംസ് ആൾക്കാരായിട്ട് ഇൻവോൾവ് ആവുന്നു,
അവരെ വട്ടാക്കുക. അപ്പോൾ അങ്ങനത്തെ ലൈക്ക് പ്ലേയിങ് പ്രാങ്ക്സ് അതൊക്കെ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടം. സോ ദാറ്റ് എനർജി ഈസ് ദെയർ ഇൻ മീ. പക്ഷേ ഇപ്പം ഫുൾ ടൈം ഹൈപ്പർ എനർജി അല്ല, എവിടെയാണോ ആവശ്യം അവിടെ മാത്രമേ എനർജി യൂസ് ചെയ്യാമല്ലോ. പണ്ട് ആവശ്യമില്ലാത്തവർക്കൊക്കെ എനർജി യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓന്ന് മിണ്ടാണ്ടിരിക്കുമെന്ന് പറയും. പക്ഷെ ഇപ്പൊ ആ മിണ്ടാണ്ടിരിക്കുമെന്ന് പറയാനുള്ള ഒരു അവസ്ഥ ഞാൻ കൊടുക്കാറില്ല തോന്നുന്നു. ആ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ആ എപ്പിസോഡൊന്നും കാണിക്കരുതേ. അത് കാണിക്കാൻ പാടില്ല. അതൊക്കെ പണ്ടത്തൊക്കെ നമുക്ക് വിവരമില്ലല്ലോ. ഇപ്പോഴും അങ്ങനെയല്ല പറഞ്ഞേ. അതായത് നമ്മൾ ലൈക്ക് കൂടുതൽ ഹോംവർക്ക് ചെയ്ത് ലൈക്ക് നമ്മൾ ഭയങ്കര റോ ആണ്. ലൈക്ക് ഓക്കെ ഓഡിയൻസിനെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളങ്ങനെ ഭയങ്കരമായിട്ടും ഡിഫറെൻ്റ് ആവുന്നില്ലേ. നമ്മളിപ്പോൾ ശരി മരത്തിന്മേ എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമൊക്കെ മറ്റേ മതിലുമ്മ കയറിയിരുന്ന് അവിടെ ആങ്കർ ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ ടൈപ്പാണ്. അപ്പം ആ സമയത്ത് ഞാൻ തിങ്കിങ്. പക്ഷെ ഇന്ന് പോയിട്ട് മതിലിന് മീതെ കയറി ആങ്കർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അയ്യോ ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ ചിലപ്പോൾ പറയും. പക്ഷെ ഇപ്പൊ ഞാൻ പോലും പറഞ്ഞു എങ്ങനെയായിരുന്നു ഞാൻ പൂജിത എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഞാൻ മനസ്സിൽ ഓർക്കുന്നത് ആ ഒരു പ്രോഗ്രാമിലൂടെയാണ്. അപ്പൊ അങ്ങനെ ഓർക്കുമ്പോ അതൊരു വലിയൊരു കാര്യം തന്നെയല്ലേ. ഐ എം വെരി ഹാപ്പി, ഐ എം റിയലി വെരി ഹാപ്പി. പക്ഷെ നമ്മളെല്ലാവർക്കും ലൈക്ക് യു ഗ്രോ അല്ലേ. നമുക്ക് ആ ഗ്രോത്ത് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കും, എല്ലാ ആൾക്കാർക്കും. അപ്പോൾ നമ്മൾ എല്ലാ ജേർണിയിലും ആൾക്കാർ നമ്മൾ കണ്ടത് മനസ്സിൽ ഓർത്ത് വയ്ക്കുമ്പോൾ നമ്മളുടെ ഒരു സക്സസ്, നമുക്ക് ആ ഒരു കിട്ടുന്ന സ്നേഹം നമുക്ക് എപ്പോഴും ഒരു ഹാപ്പി ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഐ ഫീൽ യു ഓൾ ഗ്രോ അപ്പ്. ആഫ്റ്റർ 5 years യു വുഡ് ബി ആങ്കറിങ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വേറെ ഐഡിയാസ് വരും. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, നമ്മൾ സ്കൂളിൽ കഴിഞ്ഞ് വരുമ്പോ ഡ്യൂ ഡ്രോപ്സ് ഈ ചാനൽ എന്നൊക്കെ പറയുമ്പോൾ ആ ചാനലിൽ വരുന്ന പല വീഡിയോസ് നമ്മൾ എപ്പോഴും കണ്ടിരുന്ന ഒരു പ്രോഗ്രാം. അതിലൊരു മുഖമാവാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. പിന്നെ അതിനുശേഷം സീരിയലിലോട്ട് വന്നു. സീരിയലിൽ വന്ന സമയത്ത് വില്ലത്തി ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മൂവി ചെയ്ത് അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്തതിന് ശേഷം സീരിയൽ മേഖലയിൽ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഞാൻ ഈ സീരിയൽ കമ്മിറ്റ് ചെയ്യാനായിട്ട് മുന്നേ സത്യം എനിക്ക് ആദ്യം സീരിയൽസൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു തോട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കുട്ടികളുടെ അച്ഛൻ്റെ കോൺസെപ്റ്റ് കേട്ട് തന്നെ അപ്പോൾ നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് കയറി. കാരണം ലൈക്ക് അത് നമുക്ക് ഒരിക്കലും പെർഫോം അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ നല്ല ക്യാരക്ടർ ആകുമ്പോൾ സിമ്പിൾ പാവം കരച്ചിൽ അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ, അത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് ക്യാരക്ടർ പെർഫോമിങ് കിട്ടുമ്പോൾ ലൈക്ക് ഓക്കെ കുറേ പെർഫോം ചെയ്യാനുണ്ട്. ലൈക്ക് ഡിഫറെൻറ്റ് ഇമോഷൻസ് യു ക്യാൻ എക്സ്പെരിമെൻറ്റ്. പിന്നെ അടിപൊളി ഡയറക്ടറാണ്. പിന്നെ സുരേഷ് കൃഷ്ണ സാറിൻ്റെ പ്രൊഡക്ഷൻസിൽ ഫസ്റ്റ് സാറിൻ്റെ തന്നെ ഡെബ്യൂ പ്രൊഡക്ഷൻ. അപ്പോൾ ലൈക്ക് ബാബയിലത്തെ പ്രൊഡ്യൂസർ ലൈക്ക് തമിഴ് ഇത്രയും സൂപ്പർ സ്റ്റാർസിന് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നൊരു ഇത്രയും എല്ലാവരും എന്താണ് ആരാധിക്കുന്ന ഒരു ഡയറക്ടർ കം പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ കം ഡയറക്ടർ. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്ന തുടങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ടു ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പോൾ പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ അച്ഛൻ സീരിയൽ ചെയ്ത് തുടങ്ങിയിട്ട് അത് ചെയ്തപ്പോഴാണ് ഞാൻ ഓരോ ഇമോഷൻസിലേക്ക് കുറേയും കൂടെ ഫെമിലിയർ ആയത്. നമുക്ക് ആക്ച്വലി മൂവിയിൽ ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടില്ല. ഇത് നമുക്കിപ്പോൾ ഇപ്പോൾ കരച്ചിലാണെങ്കിൽ കരച്ചിൽ കുറേ പെർഫോം ചെയ്യാം, ദേഷ്യമാണെങ്കിൽ ദേഷ്യം. അപ്പോൾ നമ്മളിൽ കുറേ കംഫർട്ടബിൾ ആവാണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. അപ്പോൾ സീരിയൽ ചെയ്തപ്പോൾ ഐ തിങ്ക് ആസ് എൻ ആക്ടർ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ലേണിംഗ് സ്കൂൾ ഫോർ മീ, എസ്പെഷ്യലി പുരുഷോത്തമൻ സാറും സുരേഷ് കൃഷ്ണ സാറിൻ്റെ കൂടെ ലൈക്ക് വർക്കിംഗ് അണ്ടർ ദം ആസ് ദെയർ ആക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഗുഡ് ഫോർ മീ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പുറത്തിറങ്ങുന്ന സമയത്ത് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്നെ കുടുംബം കലിക്കി എന്നൊക്കെ പറഞ്ഞ് ലൈക്ക് ചില സമയത്ത് നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാരോട് പറയുമ്പോൾ അയ്യോ നമുക്ക് ഒന്നും തിരിച്ച് പറയാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. പക്ഷേ then it's like nice. I really enjoy. പിന്നെ I used to like really feel happy. കൊറോണ സമയത്ത് നമ്മൾ മാസ്ക് ഒക്കെ വെക്കുമല്ലോ. അപ്പോൾ മാസ്ക് വെക്കുമ്പോൾ ലൈക്ക് കണ്ണ് കാരണം ആൾക്കാർ വന്നിട്ട് സംഗീതമൊക്കെ ലൈക്ക് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയാലും പ്രേക്ഷകരെ ഏറ്റെടുത്തുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് ഏറ്റെടുത്തോണ്ടാണ്. അതിപ്പോഴും ആൾക്കാർ ഓർക്കുമ്പോൾ ഐ ഫീൽ റിയലി ഹാപ്പി. പിന്നെ പലപ്പോഴും പറയാറുണ്ട് സീരിയലിൽ പല ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന സമയത്ത് സിനിമയിൽ ചാൻസ് കുറയാറുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഇല്ല? ഇപ്പം സീരിയൽ ചെയ്തിരുന്ന സമയത്ത് അതിന് സംഗീത ക്യാരക്ടർ കണ്ടിട്ടാണ് എനിക്ക് സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു മൂവി കിട്ടിയത്. അതും നല്ലൊരു പ്രോജക്റ്റ്. അതിലെങ്കിൽ ക്യാരക്ടർ റോളേ ഉള്ളൂ, പക്ഷെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതിപ്പോൾ റീസെൻ്റ്ലി റിലീസായല്ലോ. പക്ഷെ ഇപ്പോൾ വന്ന എൻ്റെ 3 പ്രോജക്റ്റും സീരിയൽ കണ്ടിട്ടല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നല്ലൊരു സമയം വരും എന്ന് പറയുന്നത് അത് നമുക്ക് പിന്നെ നമ്മൾ ഐ ബിലീവ് ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whether you act in a reel, whether you act in an ad, serial or movie, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഈ സീരിയൽസിൽ ചില ക്യാരക്ടേഴ്സിന് ഭയങ്കര ഓവർ കാണിക്കണം അല്ലേ, അല്ല ടട്ടാ കാണിക്കുമ്പോൾ അതൊക്കെ കാരണം കൊണ്ടായിരിക്കും ചില സമയത്ത് മൂവീസിൽ അവർ ആക്സെപ്റ്റ് ചെയ്യാത്തത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ അവർ സീരിയൽസ് കുറേയൊക്കെ ചെയ്യുന്നത് മൂവി മേക്കിംഗ് സ്റ്റൈലാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ആക്ടേഴ്സ് ഹാവ് എ പ്രോബ്ലം. ഇൻ ഫാക്ട് സീരിയൽസിലത്തെ ആക്ടേഴ്സ് ഹാവ് മച്ച് മോർ ഡിമാൻഡ്. കാരണം നമ്മൾ ഡെയിലി ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ക്യാരക്ടർ ഒരു ഹൗസ് ഹോൾഡായിട്ട് ഡെയിലി കണക്ട് ആവുകയാണ്.
സോ ഈവൻ ഒരു അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു സീരിയലിലത്തെ സൂപ്പർ സ്റ്റാറിന് ആണ് കുറേ കൂടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് ചില സമയത്ത് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. അല്ല എനിക്ക് ആ എക്സാമ്പിൾ തോന്നിയ ചില സീരിയൽസ് കാണുമ്പോൾ നമുക്ക് ഇല്ലേ? ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലേ കറക്റ്റ്. അപ്പൊ നമുക്ക് ലൈക്ക് സംതിങ് ഇപ്പൊ നല്ല ക്യാരക്ടർ വി റിയലി ക്യാൻ ഫീൽ എന്താ പറയാ ആൾക്കാർ ഏറ്റെടുക്കും അങ്ങോട്ട് നമ്മൾ സീരിയൽസ് ചെയ്യുമ്പോൾ. ഞാൻ പക്ഷേ മൂവീസാണ് ലൈക്ക് ഓക്കെ നമുക്ക് എല്ലാവർക്കും മൂവി സ്റ്റാർ ആവണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ എല്ലാവർക്കും ഉണ്ട്. എന്നാലും നമുക്കൊരു ഡ്രീം ഒരു ക്യാരക്ടർ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും നമുക്കൊരു ഡ്രീം ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ട്? എനിക്ക് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് എപ്പോഴും നമ്മൾ ലൈക്കിനോ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ക്യാരക്ടേഴ്സാണ് എനിക്കിഷ്ടം. എനിക്ക് ലൈക്കിന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് ലൈക്കിനോ മർഡർ മിസ്റ്ററിൻ്റെ ഒരു ത്രില്ലർ സ്റ്റോറി ആയിക്കോട്ടെ, ചില സമയത്ത് സൈക്കോ ആയിട്ട് ലൈക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എന്തൊക്കെ ലൈക്ക് ആസ് എ ഹ്യൂമൻ ബീങ് ലൈക്ക് ഒരു ഡയറക്ടർ എൻ്റെ ഫേസിനെ വെച്ചിട്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് ഫീൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് പെർഫോം ചെയ്യാൻ നല്ല ആഗ്രഹമാണ്. അല്ല അപ്പോഴും നമ്മുടെ വേരിയേഷൻസ് ഒക്കെ എപ്പോഴും മനസ്സിലാക്കില്ല. ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ അനൗൺസ് ചെയ്യാത്തൊരു മൂവിയിൽ ദാറ്റ്സ് ലൈക്ക് എ കാഷ്വൽ ക്യാരക്ടർ. മറ്റേത് നല്ലൊരു ഫാമിലി ഡ്രാമയിൽ കുറേ ഇൻറ്റൻസ് ഒരു ഡോക്ടർ ഉള്ളതുകൊണ്ട് ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. മറ്റേതാകുമ്പോൾ കുറച്ചൊരു സൈക്കോ ഒരു ത്രില്ലർ സബ്ജക്ട്. അപ്പോൾ ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ്. അപ്പൊ ഇത്രയും നേരം കുറേ വിശേഷങ്ങൾ പറഞ്ഞു, കുറെ കാലഘട്ടം മുന്നോട്ട് പോയി നമ്മള്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇനിയും സിനിമകളും അല്ലെങ്കിൽ സീരിയലിലൊക്കെ സജീവമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്കമിങ് പ്രൊജക്ട്സിലൊക്കെ നല്ല റോളുകൾ വരട്ടെ, അല്ലെങ്കിൽ അത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. വാസ് എ ഗ്രേറ്റ് ഇന്റർവ്യൂ. താങ്ക് യു. യെസ്.